എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, മിക്കവാറും ഈ അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ബിഗ് ബോസിൻ്റെ ആ ഒരു കലാപരിപാടി ഇനി ആരെങ്കിലും കാണുമോ എന്നുള്ള സംശയമാണ്. കാരണം അതിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളൊക്കെ ഇപ്പോൾ പഴയതുപോലെയല്ല, എതിർക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരു മനുഷ്യനിതാ ബിഗ് ബോസ് അഗ്നിപരീക്ഷ ഇന്നലെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിലെ ഏറ്റവും വലിയ അൺഫെയർ നടന്നിട്ടുള്ള എനിക്കാണ്. കാരണം ഫസ്റ്റത്തെ എപ്പിസോഡ് മുതൽ എൻ്റെ വരേണ്ട കണ്ടന്റ്സ് ഒന്നും വന്നിട്ടില്ല. മനസ്സിലായി, 100-ൽ 10% പോലും നിങ്ങൾ എൻ്റെ കണ്ടന്റ്സ് കണ്ടിട്ടില്ല. കാരണം ഇവർ കാണിക്കുന്നത് മൊത്തം കോമഡി. ഇത് രണ്ട് കാര്യമാണ്. ഒന്നെങ്കിൽ ഇത് ഇവൻ സ്വന്തം കാര്യമായിട്ട് ഇടുന്നതാണ്, അവന് ഫേമസ് ആകാൻ വേണ്ടി ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ വിത്ത് ദ കൺസെപ്റ്റ്, ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ബിഗ് ബോസ് പരിപാടിയുടെ ആൾക്കാരുമായിട്ട് കൺസെന്റോട് കൂടി ചെയ്യുന്ന ഒരു ഗംഭീര പരിപാടിയാണ്. കാരണം ചില സംഗതിയൊക്കെ എതിർക്കപ്പെടുമ്പോൾ മാത്രമാണ് ആളുകൾ അത് കാണാനായിട്ടൊക്കെ കൂടുകൾ എന്താണ് ഇപ്പോൾ ആക്ച്വലി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ. എന്തൊക്കെയായാലും ഇവൻ ബിഗ് ബോസിനെതിരെ തന്നെയാണ് സംസാരിക്കുന്നത്. ഇനി അങ്ങോട്ട് സംസാരിച്ച് തന്നെ ഇരിക്കും. ഇവൻ പുറത്താക്കപ്പെട്ട ആളുകളാണ്. ഇങ്ങനെ ഇവൻ മാത്രമല്ല പുറത്താക്കപ്പെട്ടുള്ളത്, ഒരുപാട് പേര് ഈ അടുത്ത സമയത്ത് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചുരുക്കി വളരെ കുറച്ച് ആളുകൾ മാത്രം ബിഗ് ബോസ് ഹൗസിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഉദ്ദേശം. എന്തായാലും ഇവന്റെ വർത്തമാനങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ആ 40 പേരിലും കോമഡിനെയൊക്കെയാണ് നിങ്ങൾ അടിപൊളി പേഴ്സണാലിറ്റി പറയുന്നത്. അതിന്റെ ഉള്ളിൽ ഇവരൊന്നും സ്ട്രോങ് പ്ലേയേഴ്സ് അല്ല. മനസ്സിലായ? പിന്നെ ഇന്നലെ റിയാസ് പറയുന്നുണ്ട്, ഞങ്ങൾ ഗെയിം നോക്കിയിട്ടല്ല വിടുന്നത്, പേഴ്സണാലിറ്റിയാണ് ഇമ്പോർട്ടന്റ്. മൂന്നാമത്തേത് പ്ലേ ഫോർ യുവർ സെൽഫ്. മനസ്സിലായി? ഗ്രൂപ്പ് ടാസ്ക് ആണെങ്കിലും പ്ലേ ഫോർ യുവർ സെൽഫ്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു സ്റ്റേജ് വരെ എത്തിയിരിക്കുന്നത്. സോ എനിക്ക് ഈ അഗ്നിപരീക്ഷയിൽ അവരാകെ നോക്കുന്നു ഒന്ന് ക്യാരക്ടർ, ഒന്ന് പിന്നെ അവരത് എത്രത്തോളം കളിക്കുന്നുണ്ട്, നന്നായിട്ട് പ്ലേ ചെയ്യുന്നുണ്ടോ എന്നീ കാര്യങ്ങൾ മാത്രം അവർ നോക്കുന്നത്. എന്നാൽ ചില സമയത്ത് ചില ആൾക്കാരെ പുറത്താക്കുന്നത് നിങ്ങൾ നല്ലതുപോലെ കളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ചില സമയത്ത് ആളുകളെ പുറത്താക്കുന്നത് നിങ്ങളെ ക്യാരക്ടർ ഞങ്ങൾക്ക് കിട്ടിയില്ല, ഈ ഒരു നിമിഷം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ക്യാരക്ടർ വെളിവാക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് പുറത്താക്കുന്നു എന്നുള്ളതാണ്. ആക്ച്വലി എന്താണ് മാനദണ്ഡം? ഇതാണ് ചോദ്യം. ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു അഗ്നിപരീക്ഷയുടെ മാനദണ്ഡം എന്ന് പറയുന്ന പരിപാടി എന്താണ്? ഇതാണ് ആളുകൾ ചോദിക്കുന്നത്. എന്തായാലും ഇവരിപ്പോൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഈ ഒരു പരിപാടിക്കെതിരെ. അമൽ എന്നാണ് ഈ പയ്യന്റെ പേര്. ഗംഭീരമായിട്ടും ഈ പ്രോഗ്രാം വളരെ ബോറാണ് എന്ന രീതിയിലേക്ക് അവൻ പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവൻ മാത്രമല്ല, പുറത്താക്കപ്പെട്ടവരിൽ വേറൊരാളുണ്ട്, പൂജ. ഇതെല്ലാം ഞാൻ കൊടുക്കേണ്ടതൊക്കെ ഒരു ഷോ ആയ കാരണം ഞാൻ എത്ര വെച്ച് നിർത്തിയത്. ഇതിനേക്കാളും കൂടുതൽ എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല. അപ്പോൾ ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷയുടെ 3rd എപ്പിസോഡ് വന്നപ്പോൾ ഇപ്പൊ എന്നെ കുറിച്ച് പറയുന്ന പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാകേഷ് ബ്രോ അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നിർത്തിയിട്ട് പോടോ എന്നുള്ളൊരു സംഭവം യൂസ് ചെയ്തു. അപ്പോ അതിനെ കുറിച്ച് വയസ്സിൽ മൂത്ത ഒരാളോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ എന്ന് കുറെ ആൾക്കാർ ചോദിച്ചു. പൂജ വളരെ പെട്ടെന്ന് തന്നെ മലയാളികളെ കൊണ്ട്, അല്ലെങ്കിൽ മലയാളികൾ വെറുത്ത ഒരു മത്സരാർത്ഥിയാണത്രേ പൂജ. എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. അങ്ങനെ വെറുപ്പിക്കാൻ മാത്രം അവരതിൽ കാട്ടിക്കൂട്ടിയൊന്നും എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. എനിക്കും തോന്നില്ല വെറുപ്പിക്കാൻ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടെ ജഡ്ജസാണ് പലപ്പോഴും നല്ല വെറുപ്പിക്കൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ജഡ്ജസ് എന്നൊക്കെ പറയേണ്ടി വരും. എന്തായാലും ഇപ്പോൾ ഇവരും പുറത്താക്കപ്പെട്ട ആളുകൾ ഒരാളാണ്. ഇനി കുറച്ചു മുമ്പ് പറഞ്ഞ മനുഷ്യന് വീണ്ടും പറയാനുണ്ട്. ഇവര് പറയുന്ന പോലെ കോമഡിയോ മീൻസ് അതിലൊരുത്തൻ മീൻസ് ഞാൻ അമലേ വാടാ പേടിക്കണ്ട, എന്താണ് ഞാൻ കിണറ്റിന്റെ ഉള്ളിൽ വീഴൂ, അങ്ങനെ വീണ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം എനിക്കൊരു പേടിയില്ല. ഞാൻ എന്റെ സ്റ്റൈലിൽ പോയിക്കൊണ്ടിരിക്കണം. അതിന് പക്ഷെ ഇവര് എഡിറ്റിംഗിൽ എന്താ ഞാൻ പേടിച്ചിട്ട് പോണ പോലെ. പാലക്കാട്ടുകാരനാണ് അമൽ എന്ന് പറയുന്ന മനുഷ്യൻ. എന്താണ് ഈ ബിഗ് ബോസിൽ തന്റെ ശരീരം തുറന്നു കാട്ടിയതിന്റെ ഭാഗമായിട്ടൊക്കെ പുറത്താക്കപ്പെട്ട മനുഷ്യൻ എന്നൊക്കെ പറയേണ്ടി വരും. കാണിക്കേണ്ടത് കാണിച്ച പോരല്ലേ. ഇനി അടുത്ത പുറത്താക്കപ്പെട്ട ആൾക്ക് അവർക്കൊന്നും പറയാനൊന്നുമില്ല. പക്ഷേ ഇതോട് കൂടിയിട്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ തന്നെ 4 ആൾ അറിയുമെന്നുള്ള ഒരു വിശ്വാസമാണ് ഇവർക്കൊക്കെ ഉള്ളത് കേട്ടോ. ഭയങ്കര അഭിനയാണ്. ഇനിയിപ്പോ എന്റെ സ്ട്രാറ്റജീസും എന്റെ ഈ പറഞ്ഞ ഗെയിം ഒന്നും കാണാൻ അവർക്ക് യോഗമില്ല, നിങ്ങൾക്ക് യോഗമില്ല, അത് വേറെ കഥ. പിന്നെ അവരെന്നെ അറിയിക്കുന്നില്ല, നിർത്തന്റെ മുന്നേ ഞാൻ എന്തായാലും പോണു, നിങ്ങൾക്കറിയാം. കണ്ടില്ലേ, ഞാൻ എന്തായാലും നിങ്ങൾ കളി കാണട്ടെ, എൻ്റെ ഇതൊന്നുമില്ല. ഇങ്ങനെ എവിക്റ്റ് ആയപ്പെട്ട ആളുകളാണ് കേട്ടോ. എവിക്റ്റ് ആയ അടുത്തൊരു മത്സരാർത്ഥി എന്ന് പറയുന്നത് ഇയാളാണ്. ഫോട്ടോ വേണോ നിങ്ങൾക്ക്? എടുത്തോളൂ. സോ അഗ്നിപരീക്ഷ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഔട്ടായി. പക്ഷെ ഇതൊന്നും നമ്മുടെ ലൈഫിൽ എൻഡിങ് അല്ലല്ലോ. സോ ഇനിയും നമുക്ക് അഗ്നിപരീക്ഷ അല്ലെങ്കിൽ പുതിയതായിട്ട് ഓരോന്നും വരും. ആയിക്കോട്ടെ, നല്ല കാര്യം. ഇതാണ് അടുത്തതായിട്ട് ഇവിടുന്ന് പുറത്തു പോയ ഒരു മത്സരാർത്ഥി. ഈ പുറത്തുപോയ ആളുകൾക്കെല്ലാം ഒരു പ്രത്യേക സ്പേസ് ഏഷ്യാനെറ്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. കാരണം ചുമ്മാ പൊയ്ക്കോ എന്ന് പറയില്ല.
പുറത്ത് പോയി കഴിഞ്ഞാലും പിന്നീട് അവിടെ നിന്ന് ഫ്രഷപ്പ് ആയിട്ട് വന്നിട്ട് അവരെ വെച്ചിട്ട് എങ്ങനെയൊക്കെ ഒരു പുതിയ രീതിയിലൊക്കെ വീഡിയോ എടുക്കുന്നു, എന്നിട്ട് മാത്രമാണ് കുടുംബത്തേക്ക് പറഞ്ഞയക്കുന്നുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പോയി കഴിഞ്ഞാലും ഈ സോഷ്യൽ മീഡിയയിൽ ജീവിക്കാനുള്ള ഒരു വക ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളൊക്കെ ഒരു സംശയം. ഇതാ ഈ പയ്യനെ നോക്കൂ. ഹായ്, എന്റെ പേര് അമൽ മോഹൻസി. എന്റെ വീട് പാലക്കാടാണ്. ഞാൻ ഒരു ആക്ടറാണ്, ഫോട്ടോഗ്രാഫറാണ്, വീഡിയോഗ്രാഫറാണ്. ആൻഡ് ഓൾസോ ഞാൻ ഒരു മെൻസ് ഫിസിക് അത്ലറ്റും കൂടിയാണ്. സത്യം പറയാലോ, ഇവന്റെ ആ വരവും മറ്റൊക്കെ ഭയങ്കര ബോറായിരുന്നു കേട്ടോ. ഇനി ഒരു വരവുണ്ട്, എനിക്ക് തീരെ ഇഷ്ടമല്ല. ഓക്കെ ഓക്കെ. ഹായ്, എന്റെ പേര് അമൽ മോഹൻസി. എന്റെ വീട് പാലക്കാടാണ്. ഞാൻ ഒരു ആക്ടറാണ്, ഫോട്ടോഗ്രാഫറാണ്, വീഡിയോഗ്രാഫറാണ്. ആൻഡ് ഓൾസോ ഞാൻ ഒരു മെൻസ് ഫിസിക് അത്ലറ്റും കൂടിയാണ്. ഞാൻ ഇന്ന് ഗെയിമിന് 110% കൊടുത്താണ്. എന്നിട്ട് പുറത്തായി. ആയിക്കോട്ടെ, കണ്ടേ ആ വരവൊക്കെ സത്യം പറയാലോ ഭയങ്കര ബോറൻ വരവായിരുന്നു. അമലെ, നീ കാണുന്നുണ്ടെങ്കിൽ ഭയങ്കര ബോറായിരുന്നു കേട്ടോ. എന്താണ് നിങ്ങൾക്കത് ആ ഒരു സംഗതി ബോറായിട്ട് നിങ്ങൾക്ക് തോന്നില്ല, നിനക്ക് തോന്നിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ലേ. അടുത്തത് എന്റെ ഫോട്ടോ എടുക്കണ്ടല്ലോ, പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. നന്ദി. ഇനി മേലെ കണ്ടന്റ് ഉണ്ടാക്കാൻ ഞാൻ ഈ ഭാഗത്ത് വരില്ല, എനിക്ക് മടുത്തു. എന്തിനാണ് ഔട്ട് ആക്കിയത്? എങ്ങനെയുണ്ട്? ഇതാണ് ആ പൂജ എന്ന് പറയുന്നത്, അവിടുന്ന് പുറത്താക്കപ്പെട്ട ഒരാള്. ഇനി വേറൊരു മനുഷ്യനുണ്ട്, ഞാൻ ഇതിനെ ആദ്യമായിട്ട് കാണുകയാണേ. ഹായ്, എന്റെ പേര് ഷാന തോമസ്. ഇവനും പുറത്തായി. കഴിഞ്ഞില്ല, അടുത്തൊരാള്. സത്യം പറയാലോ, ഇത് പുറത്തു പോണേ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പോയി, സന്തോഷമുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഒരു 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 നല്ലൊരു ക്യാരക്ടറൊന്നുമില്ല. പലപ്പോഴും പക്ക ഫേക്കായിട്ടായിരുന്നു തുടക്കം മുതൽ ഇവർ കളിക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ അടുത്തൊരാൾ, ഇതും പുറത്തായ ആളാണ്. പക്ഷേ ഇവരത് അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ അർഹയായിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിപ്പോയി കേട്ടോ. ഇനി ഇതൊന്നുമല്ല, ഞാൻ ഇപ്പോഴേ തുറന്നു പറയുന്നു, ഒരു കോമണർ എന്ന രീതിയിൽ ഈ ഈ ബിഗ് ബോസിലേക്ക് എത്തുകയും അതിഗംഭീരമായിട്ട് അവിടെ നിൽക്കാൻ ചെയ്യാനുള്ള സാധ്യതയുള്ള ഒരാളാണ്. അത് ഞാൻ ഇനി പറഞ്ഞിരുന്ന ചങ്ങാതിയാണ്. ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു കളറായിട്ട് മാറണമെങ്കിൽ അത് ഈ ചങ്ങാതി വിചാരിച്ചാലേ നടക്കുള്ളൂ തോന്നുന്നുണ്ട്. അല്ലാതെ മരുന്നിന് പോലും ഞാൻ അതിനുള്ളിൽ ഒരെണ്ണത്തിനെയും കണ്ടിട്ടില്ല. കണ്ടോക്കി, നല്ലൊരു കലക്കൻ അപ്പച്ചനും ഒരു കലക്കൻ അമ്മച്ചിയും നല്ല കലക്കൻ 4 ആൺമക്കളും. അതില് ഏറ്റവും ഇളയവനാണ് ഞാൻ മാത്രം കുറച്ച് കലങ്ങിപ്പോട്ടുള്ള കുടുംബത്തില്. ബാക്കി എല്ലാവരും അടിപൊളിയാണ്. ഞങ്ങളൊരു കൂട്ടുകുടുംബവും. ശരിക്കും പറഞ്ഞ ഒരു ചെറിയൊരു ബിഗ് ബോസ് ഹൗസ് ആണ് എന്റെ വീട്. കാരണം ഇണക്കങ്ങളും പിണക്കങ്ങളും കരച്ചിലും ബഹളവും പരിപാടികളൊക്കെയാണ് എന്റെ വീട്. അപ്പച്ചനാണെങ്കിൽ ബിൽഡിംഗ് പണിയാണ്. ആ കാലഘട്ടത്തിൽ വെച്ചാൽ പണി കുറവാണ്. പക്ഷെ എന്നാലും ദാരിദ്ര്യത്തിന്റെ പീക്ക് അടിച്ചിരുന്നാലും സ്വന്തം മക്കളെ പോറ്റുക എന്നുള്ളതാണ് അപ്പന്റെ അമ്മയുടെ. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അവിടെ ഇരിക്കുന്ന ജഡ്ജസിനെ നിങ്ങൾ നോക്കണം. ദേ ആർ സോ സാറ്റിസ്ഫൈഡ്. ഞാൻ വേണമെങ്കിൽ 3 പേര് എവിടെ, യെസ്, ഇതാണ് ഒരുവൻ. അവൻ്റെ ഇരുത്തുണ്ടല്ലോ, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആട്ടോ അവൻ്റെ മുഖത്ത്. അവൻ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. രഞ്ജിനും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിപ്പോയി കേട്ടോ. എവിടെ കണ്ടില്ലേ, രഞ്ജിനൊക്കെ ഇങ്ങനെ തലക്ക് ഇങ്ങനെ ആട്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് കണ്ടോളൂ. കണ്ടില്ലേ, രഞ്ജിനാവട്ടെ, അഖിൽ മാരാരാവട്ടെ, മാരാരാണോ ഇനി വേറെ എന്താന്ന് ഇവിടുത്തോല്ല, അഖിൽ മാരാരാവട്ടെ, മറ്റവൻ്റെ പേരെന്തുവാടെ മറന്നുപോയി, അവനാവട്ടെ, അവർ 3 പേരും ഈ ഒരു ചെങ്ങാതിൻ്റെ കാര്യത്തിൽ ഭയങ്കര കോൺഫിഡൻ്റാണ്. അതായത് ദേ ആർ സോ സാറ്റിസ്ഫൈഡ്. കാരണം ഇയാളൊരു ഫൺ മെറ്റീരിയലാണ്, ഇയാളൊരു റിയൽ മെറ്റീരിയലാണ്, കഷ്ടപ്പാട് ജീവിതത്തിൽ അറിഞ്ഞു വന്ന മനുഷ്യനാണ്, ജീവിതം എന്താണെന്ന് ഏകദേശമൊക്കെ പഠിച്ചു വന്നൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്ന ഹൗസിലെ ഒരു കാരണവരായിട്ടോ അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുള്ളവരായിട്ടോ അല്ലെങ്കിൽ ഇപ്രാവശ്യത്തെ വിന്നറായി പോലും മാറാൻ സാധ്യതയുള്ള ഒരസല് ബിഗ് ബോസ് മെറ്റീരിയലാണ് ഈ മനുഷ്യൻ. കാരണം ഇവന് ജീവിതം അറിയാം, അതിൻ്റെ ഉള്ളിൽ കയറിയാലും കളിക്കാനില്ലവന് അറിയാം. മരപ്പണിക്കാരനാണ്, നല്ല സൗഹൃദങ്ങളുള്ള ഒരാളായിരിക്കും, അസാരം ആളുകളായിട്ട് പരിചയമുണ്ട്, ഏകദേശം ബിഗ് ബോസ് ഹൗസ് പോലത്തെ ഉള്ള ഒരു വീട്ടിൽ നിന്ന് തന്നെയാണ് വരുന്നതും എന്നാണ് അവൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ലവന് കളി അറിയാം മക്കളെ. അപ്പോൾ ലവൻ ഇവൻ പേരറിയത്തില്ല എന്തൊക്കെയാ, രാകേഷ് സംതിങ് ലൈക്ക്, അവൻ്റെ പേര് ഇതിലുണ്ടാവുമല്ലോ. എവിടെ ചേട്ടാ, ഇതില്ല. അഖിൽമാരാര്,
രഞ്ജിനി, റിയാസ്, മറ്റവൻ്റെ പേര് ചേടാ രഘുച്ചേട്ടനെ തോന്നുന്നുണ്ടോ, രഘുച്ചേട്ടൻ. എന്തായാലും ഈ ചങ്ങാതിയായിരിക്കും മിക്കവാറും കപ്പ് തൂക്കുക. ഓക്കെ, ബൈ.